السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأفضل الصلاة وأتم السلام على سيدنا محمد إمام المتقين وعلى آله وأصحابه أجمعين والتابعين ومن تبعهم بإحسان إلى يوم الدين. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ റമദാനിൻ്റെ മഹത്വമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മൻ സാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. വല്ലവനും റമദാൻ നോമ്പെടുത്താൽ ഈമാനൻ വിശ്വസിച്ച നിലക്ക്, വഹ്തിസാബൻ കൂലി തേടിയ നിലക്കും അതിന് പ്രതിഫലം ലഭിക്കണമെന്ന നിലക്കും ഒരാൾ നോമ്പെടുത്താൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവൻ്റെ മുൻകഴിഞ്ഞ പാപങ്ങളൊക്കെ അതുകൊണ്ട് തന്നെ അല്ലാഹു തആല പുറത്തു കൊടുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. റമദാൻ നോമ്പ്, ആ നോമ്പ് എന്ന അമല് തന്നെ മുഅ്മിനീങ്ങൾ ഈമാനോടുകൂടെ ചെയ്യണം, റബ്ബിൻ്റെ പക്കന്ന് കൂലി കിട്ടണം എന്ന നിലക്ക് ചെയ്യുമ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ ഫലം നമുക്ക് ലഭിക്കുക. ഇപ്പോൾ ഈമാനില്ലാത്ത ആളുകൾ നോമ്പെടുക്കുന്നുണ്ട്, ആരോഗ്യ പ്രശ്നങ്ങളും മറ്റൊക്കെ പറഞ്ഞുകൊണ്ട്, ആരോഗ്യത്തിന് നല്ലതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നോമ്പെടുക്കുന്നവരുണ്ട്. അവർക്ക് അതിനുള്ള ഗുണങ്ങൾ കിട്ടും, ഇവിടുത്തെ ദുന്യവിയായ ഗുണം കിട്ടും. നാളെ ആഖിറത്തിലേക്ക് ഗുണം ലഭിക്കണമെങ്കിൽ വിശ്വാസി നോമ്പെടുക്കണം, വിശ്വാസത്തോടു കൂടിയായിരിക്കണം, റബ്ബിൻ്റെ പക്കന്ന് കൂലി കിട്ടണമെന്ന നിലക്കുമായിരിക്കണം. അപ്പോഴേ ആഖിറത്തിൽ അതുകൊണ്ട് ഉപകാരം കിട്ടുള്ളൂ. ദുന്യാവിൽ ഇവിടുന്ന് നമ്മൾ ഭക്ഷണപാനീയങ്ങളൊക്കെ ഒഴിവാക്കി കുറേ മണിക്കൂറുകൾ ഇരിക്കുമ്പോൾ അതിൻ്റെ ആരോഗ്യപരമായിട്ടുള്ള വശങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് ചില ആളുകൾ ഒക്കെ നോമ്പെടുക്കുന്നത് നമ്മൾ മാധ്യമങ്ങളിലൊക്കെ അറിയുന്നത്. അങ്ങനെ പലരും നോറ്റുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അവർക്കതിനുള്ള ഇവിടെ നിന്നുള്ള ഗുണങ്ങളൊക്കെ ലഭിക്കുകയും ചെയ്യും. നമുക്കത് പോരല്ലോ, നമുക്ക് ഇവിടെ കിട്ടുന്നതിനപ്പുറം നാളെ ആഖിറത്തിൽ ലഭിക്കണം, അതല്ലേ നമ്മുടെ ലക്ഷ്യം. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ്സിയാം, മുഅ്മിനീങ്ങളെ വിളിച്ചിട്ടാണല്ലോ പറഞ്ഞത്. വിശ്വസിച്ച ആളുകളെ, നിങ്ങളെ മേൽ നോമ്പ് ഫർദാക്കപ്പെട്ടു എന്നല്ലേ പറഞ്ഞത്. അപ്പം ഈമാൻ ഏത് കാര്യത്തിനും നമ്മുടെ അമലുകളൊക്കെ കബൂലായി നാളെ ആഖിറത്തിൽ ഉപകരിക്കണമെങ്കിൽ യഥാർത്ഥ ഈമാൻ അത് റെഡിയായിരിക്കണം. എല്ലാ സ്ഥലത്തും അല്ലാഹു തആല പറഞ്ഞെന്താ ഖുർആനിൽ കാണാൻ, ഇല്ലല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്തി. എത്ര സ്ഥലത്താണ് അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ആദ്യം ആമനു പറയും, പിന്നെ വഅമിലുസ് സാലിഹാത്തി, പിന്നെ അതിനോട് തുടർന്ന് അമിലുസ് സാലിഹാത്തി എന്നും പറയും. എന്ന് പറഞ്ഞാൽ വിശ്വാസം മുന്നിൽ വേണം. ഈമാൻ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾ അവർ സ്വർഗാവകാശികളാണ്. ഒരുപാട് സ്ഥലത്ത് പരിശുദ്ധ ഖുർആനിൽ നമുക്കത് കാണാൻ കഴിയും. ഇവിടെ നോമ്പ് എന്ന് പറയുന്നത് കുറച്ച് പ്രയാസമുള്ള ഒരു അമലാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം. കാരണം നമ്മൾ എപ്പോഴും ഒരു ദിവസേന എത്ര നേരമാണ് നമ്മൾ ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുന്നത്? പകൽ നേരം വെളുത്താൽ എഴുന്നേറ്റത് മുതൽ എത്ര നേരം നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്? രാവിലെ ഒരു കാലച്ചായ, പിന്നെ അപ്പുറത്താണ് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ നാസ്ത കാര്യങ്ങൾ, പിന്നെ ഉച്ചക്ക് നല്ലൊരു ഊണ്, പിന്നെ വൈകുന്നേരം അസറിൻ്റെ ശേഷം പിന്നെ വേറെ, ഇങ്ങനെ പല സമയത്തും നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതൊക്കെ സ്റ്റോപ്പ് ചെയ്തിട്ട് ആണ് നമ്മൾ നോമ്പെടുക്കേണ്ടത്. അപ്പോൾ കുറച്ച് പ്രയാസം ഉണ്ടാവുമല്ലോ.
അപ്പം പ്രയാസം ഉണ്ടാവും. ആ പ്രയാസങ്ങളൊക്കെ ക്ഷമിക്കണം. അതിപ്പോൾ ഷെഹ്റു സബർ നമ്മൾ കഴിഞ്ഞ വോയിസിൽ പറഞ്ഞത് ക്ഷമയുടെ മാസമാണ്. അപ്പം അങ്ങനെ വെച്ച പ്രയാസം എൻ്റെ അടിമകൾക്ക് ഉണ്ടാകുമെന്ന് കണക്കാക്കിയിട്ടാണ് അള്ളാഹു തആല ആ നോമ്പിനെ സംബന്ധിച്ച് പറഞ്ഞ ആയത്തുകളിലൊക്കെ നമ്മളെ സമാധാനപ്പെടുത്താൻ പല പ്രയോഗങ്ങളും പ്രയോഗിച്ചതായിട്ട് കാണാൻ കഴിയും. നമ്മളെ സമാധാനിപ്പിക്കാൻ ഒന്നാമത്തത് കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങളെ മുമ്പുള്ളവരെ മേൽ ഫർദാക്കപ്പെട്ടതുപോലെ. അത് നമ്മളൊന്ന് സമാധാനിപ്പിക്കാനാണ്. സംഗതി അങ്ങനെ തന്നെയാണ്. പക്ഷെ അത് പറഞ്ഞത് എന്തുകൊണ്ടാണ്? അതിൻ്റെ പിന്നിലൊരു രഹസ്യം ഇതാണ്. നിങ്ങളെ മുമ്പുള്ള ആളുകളെ മേലും ഫർദാക്കപ്പെട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് മാത്രം ഒരു ഫർദാക്കപ്പെട്ടതൊന്നുമല്ല. നിങ്ങൾക്ക് മുമ്പുള്ളവരുടെ പേരിലും മുമ്പുള്ള സമുദായക്കാരുടെ പേരിലും വ്രതം നോമ്പ് ഫർദാക്കപ്പെട്ടിട്ടുണ്ട്, അതുപോലെ നിങ്ങൾക്കും ഫർദാക്കി. അപ്പം നമുക്ക് കുറച്ച് സമാധാനമായില്ലേ? നമുക്ക് മാത്രമല്ല, നമ്മളെ മാത്രമല്ല റബ്ബ് പട്ടിണി കിടുന്നത്, മുമ്പുള്ള ആളുകളെയൊക്കെ ഇട്ടിട്ടുണ്ട് എന്നുള്ളൊരു ഇത് വന്നപ്പോൾ നമുക്കൊരു സമാധാനമായില്ലേ? ഇപ്പം നമ്മളെ വീട്ടിലൊരു കരണ്ട് പോയി, നമ്മളെ വീട്ടിൽ പെട്ടെന്ന് കരണ്ടാണ്ട് പോയി. അപ്പം നമുക്കൊരു പ്രയാസം അല്ലേ? അപ്പോൾ അടുത്ത വീട്ടിലേക്കൊന്ന് പാളി നോക്കി, അപ്പം അവിടെ ഇല്ല. അപ്പം സമാധാനം. എന്താണ് സമാധാനം? എന്തുകൊണ്ടാണ് ആ സമാധാനം കിട്ടിയത്? നമുക്ക് മാത്രമല്ല, മറ്റവർക്കും ഇല്ല. മറ്റവരുടെ വീട്ടുകളിലും പരിസരങ്ങളിലെ വീടുകളിലൊന്നുമില്ല. അപ്പം ലൈനിലെ അവിടെ തകരാറാണ്, നമ്മളെ വീട്ടിലത്തെ പ്രശ്നമല്ല എന്ന് നിനക്കൊരു സമാധാനം. അതുപോലെ അല്ലെങ്കിൽ അതിൻ്റെ അതേ ഒരു കണത്തിലായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത്, നിങ്ങളെ മുമ്പ് ഉള്ളവരെ മേൽ ഫർദാക്കപ്പെട്ടിട്ടുണ്ടല്ലോ, അതുപോലെയാണ് നിങ്ങളെ മേൽ ഫർദാക്കപ്പെട്ടത്. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അയ്യാമം മഅദൂദാത്ത്, ഒരു കൊല്ലത്തിലെ എണ്ണപ്പെട്ട ദിവസങ്ങളാണ് നിങ്ങൾക്ക് ഫർദാക്കിയിട്ടുള്ളത്. ഒന്നായിട്ട് കൊല്ലം മുഴുവനും അല്ലെങ്കിൽ 5-6 മാസമൊന്നും നമുക്ക് പട്ടിണി കിടക്കാൻ വേണ്ടി പറഞ്ഞിട്ടില്ല. ഒരു കൊല്ലത്തിൽ ഒരു മാസം 29 30 അങ്ങനെയുള്ള ഇപ്പോൾ അറബി മാസം വരിക 29 29 അല്ലെങ്കിൽ 30, അതിലേറെ ഉണ്ടാവില്ല. ഇത്രയാണ് അയ്യാമം മഅദൂദാത്ത്, എണ്ണപ്പെട്ട ദിവസമാണ്. ഇനിയിപ്പോൾ നിങ്ങളുടെ പ്രശ്നം എന്താണ്? അസുഖങ്ങളോ മറ്റോ, അല്ലെങ്കിൽ യാത്രകൾ, നമ്മളൊക്കെ അധികം ആളുകൾ ഇപ്പോൾ യാത്ര ചെയ്യുന്നവരാണല്ലോ. അതുപോലെ യാത്രയോ അങ്ങനെ വല്ല പ്രയാസമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ബേജാറാവണ്ട. പിന്നെ അള്ളാഹു തആല വീണ്ടും സമാധാനപ്പെടുത്താണ്. ഫമൻ കാന മിൻകും മരീളൻ ഔ അലാ സഫരിൻ ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ. നിങ്ങൾ രോഗികളായിട്ടോ അല്ലെങ്കിൽ യാത്രക്കാരായിട്ടോ അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടി അടങ്ങറായി നോമ്പൊരുക്കൊന്നും വേണ്ട. ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ, മറ്റ് ദിവസങ്ങളിൽ നിന്ന് അതേ എണ്ണം നോമ്പ് ഖളാ വീട്ടിയാൽ മതി. അല്ല, അപ്പോൾ അതൊക്കെ ഒരു സമാധാനം. ഇപ്പം എത്ര സമാധാനമായി? അസുഖം കൊണ്ട് നോമ്പ് എടുക്കാൻ കഴിയണില്ല, എന്നാൽ എന്ത് ചെയ്യുക? അതിന് പകരം മറ്റ് ദിവസങ്ങൾ നോമ്പ് റമദാൻ കഴിഞ്ഞോട്ടെ, റമദാൻ കഴിഞ്ഞതിന് ശേഷം മറ്റ് ദിവസങ്ങൾ കാലാവസ്ഥയ്ക്ക് അനുകൂലമായ കാലാവസ്ഥ വരുന്ന സമയത്ത് ഇങ്ങനെ സൗകര്യത്തിനനുസരിച്ച് അടുത്ത കൊല്ലം വരുന്നതിന് മുമ്പായിട്ട്, അടുത്ത റമദാൻ വരുന്നതിന് മുമ്പായിട്ട് ആ എണ്ണം ഖളാ വീട്ടിയാൽ മതി. അതൊരു സൗകര്യമല്ലേ? അതൊരു സമാധാനമായി. ഇനി വഅലല്ലദീന യുതീഖൂനഹു ഫിദിയത്തുൻ തആമു മിസ്കീൻ. നോമ്പ് പിന്നെ വീണ്ടും അള്ളാഹു തആല തുടർന്ന് പറയുന്നത്, നോമ്പ് നോൽക്കാൻ കഴിയാത്ത ആളുകൾ, നോമ്പ് നോൽക്കാൻ സാധ്യതയല്ല, പ്രായാധിക്യം കൊണ്ട് അല്ലെങ്കിൽ മാറുമെന്ന് പ്രതീക്ഷയില്ലാത്ത രോഗം, സുഖപ്പെടുമെന്ന് പ്രതീക്ഷയില്ലാത്ത രോഗം, ഇത് കാരണമായി നോമ്പ് നോൽക്കാൻ കഴിയാത്തവർ, നോമ്പ് നോൽക്കാൻ അവർക്ക് സാധ്യതയല്ല, എന്നാൽ നിങ്ങളെന്ത് ചെയ്താൽ മതി? ഫിദിയ കൊടുത്താൽ മതി. വഅലല്ലദീന യുതീഖൂനഹു ഫിദിയത്തുൻ
ഫിദിയത്തുൻ തആമു മിസ്കീൻ, മിസ്കീന്മാർക്ക് ഭക്ഷണധാന്യം കൊടുക്കുക. ഒരു മുദ്ദൊരു ദിവസത്തിന് വെച്ച് കൊടുത്താൽ മതി. അതാണ് അവരെ മേലെ നിർബന്ധമായിട്ടുള്ളതെന്നാ, നോമ്പല്ല. നോമ്പെടുക്കാൻ കഴിയൂല. കഴിയാത്തത് എങ്ങനെ? ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ. അള്ളാഹു ഒരു നഫ്സിനെയും അതിന് കഴിയുന്നതേ കീർത്തിക്കുള്ളൂ, എല്ലാത്തിനും കീർത്തിക്കൂല. അപ്പം അതിന് ഫിദിയ കൊടുത്താൽ മതി. പിന്നെന്താ? പിന്നെ അള്ളാഹു തആല അങ്ങനെ പറഞ്ഞു, യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്റ വലാ യുരീദു ബിക്കുമുൽ ഉസ്റ. അള്ളാഹു നിങ്ങൾക്ക് എളുപ്പത്തിനെയാണ് ഉദ്ദേശിക്കുന്നത്, ബുദ്ധിമുട്ടാക്കണമെന്ന ഉദ്ദേശം അള്ളാഹ്ക്കില്ല എന്നൊക്കെ അങ്ങനെ പറഞ്ഞ് നമ്മളെ സമാധാനപ്പെടുത്തുകയാണ്. പിന്നെയുള്ള പ്രശ്നം എന്താണ്? ഭാര്യമാരായിട്ട് ബന്ധപ്പെടാൻ പറ്റൂല. അതാണ് പ്രശ്നം. നോമ്പ് പറ്റാ പിന്നെ ഭാര്യമാരായിട്ട് നോമ്പിൻ്റെ പകൽ ഒരു മാസം ഒന്നായിട്ട് ഭാര്യമാരുമായിട്ട് ബന്ധപ്പെടാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ വലിയ ഇടങ്ങേറ് തന്നെയല്ലേ, അതൊരു പ്രയാസമല്ലേ. അപ്പോൾ അല്ലാഹു തആല പറയുന്നു, ഇന്നും പ്രയാസപ്പെടണ്ട. ഉഹില്ല ലക്കും ലൈലത്ത സിയാമിർ റഫസു ഇലാ നിസാഇക്കും. നിങ്ങൾക്ക് രാത്രി ബന്ധപ്പെടാം, പകലേ ബന്ധപ്പെടാൻ പാടില്ലേയുള്ളൂ. റമദാനിലെ പകലേ ബന്ധപ്പെടാൻ പാടില്ലേയുള്ളൂ. പിന്നെ റമദാനിലെ നോമ്പിൻ്റെ രാത്രി നിങ്ങൾക്കത് ഭാര്യമാരുമായിട്ട് ബന്ധപ്പെടാൻ അനുവദിക്കപ്പെട്ടിരിക്കുന്നു. ആ പ്രയാസം തീർന്നില്ലേ? പിന്നെ എന്താണ് നിങ്ങളുടെ പ്രയാസം? പിന്നെന്താണ് പ്രയാസം? പിന്നെ സാപ്പാട് കുറേ മണിക്കൂറുകൾ ഭക്ഷണം കഴിക്കാൻ പറ്റിയില്ല എന്നുള്ള, അതിന് നിങ്ങളെന്തിനാ പ്രയാസപ്പെടണം? നിങ്ങൾക്ക് രാത്രിയായ പിന്നെ ഭക്ഷണം കഴിച്ചൂടെ? കുലൂ വശ്റബൂ ഹത്താ യതബയ്യന ലക്കുമുൽ ഖൈത്തുൽ അബ്യദു മിനൽ ഖൈത്തിൽ അസ്വദി മിനൽ ഫജ്ർ. സൂര്യൻ അസ്തമിച്ചത് മുതൽ ഫജർ സാദിക്ക് വെളിവാകുന്നത് വരെ ഞങ്ങൾക്ക് തിന്നും ചെയ്യാം, കൊടുക്കുകയും ചെയ്യാം. അപ്പം എന്തെല്ലാം പ്രയാസം! ഇതൊക്കെ റബ്ബ് പറഞ്ഞു തന്നിട്ടാ. നിങ്ങളെ പ്രയാസം അതൊന്നും ഒരു പ്രയാസമില്ല. നിങ്ങൾ അതൊന്നും വിചാരിച്ചിട്ട് നോമ്പ് ഒഴിവാക്കണ്ട. ഇതൊക്കെ ഇതിലൊക്കെ അളവുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ, മഗ്‌രിബായി കഴിഞ്ഞാൽ പിന്നെ അവിടുന്നാണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിന്നുക, കുടിക്കുക ഒക്കെ ചെയ്യുക. പക്ഷെ കൂടുതൽ തിന്നണ്ട. അള്ളാഹ് അങ്ങനെ ഗുരു വസ്ത്രബു എന്ന് പറഞ്ഞു കളിച്ചിട്ട് എല്ലാം കൂടി വാരി വലിച്ച് കഴിച്ചാൽ പിന്നെ വിവാഹത്തെടുക്കാൻ പറ്റൂല. അമിതമാവരുത്. എന്തും അങ്ങനെയാണല്ലോ. കഴിക്കുക എന്ന് പറഞ്ഞാൽ അത് വരെ തിന്നുകൊണ്ടിരിക്കുക എന്നല്ല, അതിൻ്റെ ഇടക്ക് ആവശ്യമായതൊക്കെ കഴിക്കുക എന്നുള്ളതാണ്. അപ്പം റബ്ബ് അങ്ങനെയൊക്കെ നമ്മളെ സമാധാനങ്ങൾ തന്നുകൊണ്ടിരിക്കുകയാണ്. നീണ്ട ആയത്തുകളല്ല ഖുർആൻ റമദാനിൽ അതിനെ സംബന്ധിച്ച് പറഞ്ഞ ഭാഗങ്ങളാണ് ഇപ്പോൾ ഞാൻ കേൾപ്പിച്ചത്. മുഴുവൻ കേൾപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പം അതിൻ്റെ ചില പോയിന്റുകളാണ് ഇപ്പോൾ ഞാൻ നിങ്ങളെ ഉണർത്തിയത്. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പിൻ്റെ ആ വിഷമം, പിന്നെ നമ്മളെ വിഷമം ഉണ്ടെങ്കിലും അതിനുള്ള പിന്നെ എളുപ്പമായ മാർഗങ്ങളും പലതും പറഞ്ഞ് നമ്മളെ സമാധാനപ്പെടുത്തുകയാണ്. അള്ളാഹിൻ്റെ അടിമോട് കാരുണ്യവാനായ റബ്ബല്ലേ. അപ്പം അതുകൊണ്ട് നോമ്പ് നമ്മൾ എന്ത് ചെയ്യണം? ശരിയാവണ്ണം ശ്രദ്ധിച്ച് നോമ്പെടുക്കണം. നോമ്പിൻ്റെ പ്രതിഫലം നഷ്ടപ്പെടുത്തുന്ന രൂപത്തിലുള്ള നോമ്പായി പോകരുത്. ഇൻഷാ അള്ളാഹ് ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലിപ്പിൽ കേൾക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ പറഞ്ഞതിനെയും കേട്ടതിനെയും അള്ളാഹു ഒരു സാലിഹായ അമലായി കബൂലാക്കട്ടെ. റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ നോമ്പും മറ്റ് എല്ലാ അമലുകളും നീ കബൂലാക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. റബ്ബേ, അതിൻ്റെ പ്രതിഫലം നഷ്ടപ്പെടുത്തുന്ന സർവ്വകാര്യങ്ങളെ തൊട്ട് ഞങ്ങളെ കാത്തുരക്ഷിക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ, ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ്സ് നിൻ്റെ പൊരുത്തത്തിലായി നൽകണേ അല്ലാ. നിൻ്റെ പൊരുത്തത്തിലായി നൽകണേ അല്ലാ. അവർക്കും ഞങ്ങൾക്കും റബ്ബേ, മരണം ഖൈറാകുന്ന സമയത്ത് കലിമ ചൊല്ലി മരിക്കാനുള്ള സൗഭാഗ്യം നൽകണേ അല്ലാ. റബ്ബേ, ഞങ്ങളോട് ബന്ധപ്പെട്ട പലരും മാതാപിതാക്കൾ, സഹോദര സഹോദരിമാർ, ഉസ്താദുമാർ, ശിക്ഷഗണങ്ങൾ, ഇഷ്ടജനങ്ങൾ, ഒരുപാട് ആളുകൾ മരണപ്പെട്ടു വരുന്നുണ്ട്. റബ്ബേ, അവർക്കൊക്കെ നീ പുറത്തു കൊടുക്കണേ അല്ലാ. ഈ മാസത്തിൻ്റെ ഹക്ക് കൊണ്ട് അവരുടെ എല്ലാവരുടെയും ബർസഖിയായ ജീവിതം സന്തോഷത്തിലാക്കണേ അല്ലാ. ഞങ്ങൾക്കും ഞങ്ങളോട് ബന്ധപ്പെട്ട പലർക്കും പലവിധ അസുഖങ്ങളുണ്ട്. നീ സുഖപ്പെടുത്തണേ അല്ലാ. നീ സുഖപ്പെടുത്തണേ അല്ലാ. നീ സുഖപ്പെടുത്തണേ അല്ലാ. മാരകമായ രോഗങ്ങൾ തൊട്ട് അവരെയും നമ്മയും കാത്ത് രക്ഷിക്കണേ അല്ലാ. റബ്ബേ, എല്ലാ ഹലാലായ മുറാദുകളും മനസ്സിലാക്കണേ അല്ലാ. ഒരുപാട് ആളുകൾ പലവിധ ഉദ്ദേശങ്ങൾ വെച്ച് ദുആ ചെയ്യാൻ പറഞ്ഞിട്ട് അവർ ഉദ്ദേശങ്ങളൊക്കെ നിനക്കറിയാമല്ലോ റബ്ബേ. അവർക്ക് അവരുടെ ഉദ്ദേശങ്ങളൊക്കെ നീ സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാ. പല പ്രയാസത്തിനും പെട്ടവരുണ്ട് റബ്ബേ. ആ പ്രയാസത്തിൽ നിന്ന് അവർക്ക് നീ മോചനം നൽകണേ അല്ലാ.
എല്ലാ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തിനും പൊറുക്കണേ അല്ലാ. നിന്റെ കാരുണ്യം ചൊരിഞ്ഞു തരണേ അല്ലാ. ആമീന ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. സല്ലല്ലാഹു വസല്ലം അലാ സയ്യിദിനാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.